മരുന്ന് വാങ്ങുന്നതിനും മറ്റുമായി ഗ്രാമപഞ്ചായത്തുകൾ തുക അനുവദിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഡിവൈഎഫ്ഐക്കാരൻ ആ മാർച്ച് നടത്തിയത്. ഏതായാലും എൻ്റെ പ്രസംഗം കേൾക്കുന്ന ഡിവൈഎഫ്ഐക്കാരും CPM-കാരും ശ്രദ്ധിക്കുക. നാളെ മുതൽ ഈ മാർച്ച് നടത്തിയ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് CH സെൻറ്ററിലേക്ക് ഒരു കത്ത് വേണമെന്ന് വിനീതമായി പറയരുത് എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. ഒട്ടനവധി ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ തന്നെ CH സെൻറ്ററിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുള്ള ആളുകളാണ് ഇവിടെയുള്ളവർ. അതേപോലെ തന്നെ ഈ നാട്ടിലുള്ളവരൊക്കെ തന്നെ. ഏതായാലും മുസ്ലിം ലീഗിൻ്റെ ആഹ്വാനപ്രകാരമാണ് റംസാൻ കിറ്റ് നടത്തണം, റിലീഫ് പ്രവർത്തനം നടത്തണം, കാരുണ്യ പ്രവർത്തനം നടത്തണം. ഇതൊക്കെ മുസ്ലിം ലീഗ് കാണോ അത് നടത്തിയിരിക്കണമെന്നാണ് പാർട്ടിയുടെ നിർദ്ദേശം. പിന്നെ ഞങ്ങൾക്ക് കൊട്ടേഷൻ സംഘത്തിന് കൊടുക്കേണ്ട പണം സ്വരൂപിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ കൊട്ടേഷൻ സംഘത്തിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ കുടുംബത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നാട്ടിൽ അരാജകത്വവും തീവ്രവാദവും പുലർത്തുന്നവർക്ക് ഒരു സഹായവും ചെയ്യണമെന്ന് മുസ്ലിം ലീഗ് ഇതുവരെ ആഹ്വാനം ചെയ്തിട്ടില്ല. പക്ഷേ ഈ നമ്മുടെ ഇടയിൽ വളരെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തണം, അവരെ സഹായിക്കണം. അങ്ങനെ സഹായിച്ചാൽ മാത്രമേ ഒരു മുസ്ലിം ലീഗുകാരൻ എന്നുള്ള മെമ്പർഷിപ്പ് ലഭ്യമാവുകയുള്ളൂ, അത് തുടരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഉത്തമ ബോധത്തോടു കൂടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന് ഞങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് വിദേശത്തുനിന്ന് ഒട്ടനവധി പണം വന്നിട്ടുണ്ട്, സ്വദേശത്തുനിന്നും ഞങ്ങൾ പണം സ്വരൂപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ കിറ്റിന് കൂടാതെ ഏതാണ്ട് 75,000 രൂപയോളം ഈ പ്രദേശത്തുള്ള നിത്യ ദുരിതമനുഭവിക്കുന്ന അതേപോലെ തന്നെ രോഗികളായുള്ള ആളുകൾക്കുള്ള ധനസഹായവും നൽകുന്നുണ്ട്. മൊത്തം 2 ലക്ഷം രൂപ ടാർഗറ്റ് ഇട്ടുകൊണ്ടാണ് ഇത്ര പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ കടമ സ്വാഗതം പറയുകയാണ്. ഞാനധികം നീട്ടുന്നില്ല, തങ്ങൾക്ക് ഒരുപാട് തിരക്കുണ്ട്. ഈ നല്ല പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ തങ്ങൾ തന്നെ വരണമെന്ന് ഞങ്ങൾ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിൻ്റെ തീയതി പ്രകാരമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിക്ക് വളരെ കൃത്യനിഷ്ഠതയോടുകൂടി തന്നെ ഇവിടെ എത്തുകയും ഇന്ന് അങ്ങനെ പറയാൻ കാരണം കൃത്യം 3 മണിക്ക് തന്നെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ 2 പരിപാടി കൂടി ഉള്ളത് കൊണ്ടാണ് വൈകിപ്പോയിട്ടുള്ളത്. അത് വളരെ ഉചിതമായി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും വളരെ നേരത്തെ തന്നെ ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും ചെയ്തിട്ടുള്ള പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ടൗൺ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള KP കുട്ടിഹസൻ സാഹിബാണ്. അദ്ദേഹത്തെ ഞാൻ ഔപചാരികക്ക് വേണ്ടി മാത്രം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തേണ്ടിയിരുന്നത് നമ്മുടെ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ട്രഷററായിട്ടുള്ള PKK ബാബ സാഹിബായിരുന്നു. അദ്ദേഹം വരാമെന്ന് ഏറ്റിരുന്നു. ഇന്നലെ വിളിച്ചപ്പോൾ അദ്ദേഹം പനി പിടിച്ച് ഒരാഴ്ച വിശ്രമം നിർബന്ധമാണ് എന്ന് പറയുകയും അതുകൊണ്ട് ഈ പരിപാടിയിൽ നിന്ന് ഒന്ന് ഇളവ് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താമസിയാതെ മറ്റൊരു പരിപാടിയിൽ അദ്ദേഹത്തിന് ഞങ്ങൾ ഒരവസരം കൊടുക്കും. അദ്ദേഹത്തിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യവാനായി വരാനുള്ള സാഹചര്യം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ CH സെൻറ്ററിലേക്ക് മരുന്ന് ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. 2 പെട്ടി മരുന്നുണ്ട്. ഇത് തുടർന്നും ഞങ്ങൾ ശേഖരിക്കും. ഈ മരുന്ന് സ്വീകരിക്കുന്നത് നമ്മുടെ MSFൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള PG മുഹമ്മദാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ മരുന്ന് അദ്ദേഹത്തിന് നൽകുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനാസ് ചാലൂടിയാണ്. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ തിരുവമ്പാടി നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് P പൈതൽ ഹാജി, ജനറൽ സെക്രട്ടറി VK ഹുസൈൻകുട്ടി സാഹിബ്, ട്രഷറർ CK കാസിം സാഹിബ്, പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി യൂനുസ് മാസ്റ്റർ, ട്രഷറർ K കോയ സാഹിബ്, സെക്രട്ടറി V റഷീദ് മാസ്റ്റർ, മണ്ഡലം മുസ്ലിം യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രഗത്ഭനായ കാര്യദർശി സലാം തേക്കുംകുറ്റി, PC അബൂബക്കർ മാസ്റ്റർ ജനറൽ സെക്രട്ടറി, പിന്നെ KMCCയുടെ നേതാക്കന്മാർ, യൂത്ത് ലീഗിൻ്റെ കാരശ്ശേരി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് നമ്മുടെ പ്രഗത്ഭനായ MT സെയ്ദ് ഫസൽ, ജനറൽ സെക്രട്ടറി ഗസീബ് ചാലൂടി, MSFൻ്റെ പ്രഗത്ഭനായ കാരശ്ശേരി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി PC ഫവാസ് തുടങ്ങി എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്നലെ ഇവിടെ വന്നിരുന്നു നമ്മുടെ കിറ്റൊക്കെ നമ്മൾ കിറ്റൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടി നിർദ്ദേശമൊക്കെ നൽകിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട V മൊയ്മോൻ ഹാജി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ VM ഹുസൈൻകുട്ടി മാസ്റ്റർ, MAMO കോളേജിന് മുൻ പ്രിൻസിപ്പാളായിരുന്നു. നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ കാരശ്ശേരി പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റാണ്. ഇപ്പോൾ നമ്മുടെ പ്രഗത്ഭമായ CH സെൻറ്റർ എന്ന് പറയുന്ന സംവിധാനവുമായി
മുക്കത്ത് രൂപീകരിച്ചത് അതിൻ്റെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ സലാം ഫൈസിയാണ്. സലാം ഫൈസി പ്രത്യേകം സ്വാഗതം പറയേണ്ടതില്ല, അദ്ദേഹം ഈ നാട്ടുകാരൻ തന്നെയാണ്. ഏതായാലും ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി സലാം ഫൈസിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ നല്ല ചടങ്ങ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രിയപ്പെട്ട ചെയർമാൻ KP കുട്ടിയാസൻ സാഹിബിനെ ക്ഷണിക്കുകയാണ്.